3.25 കിലോ ഉണ്ട്. അതുപോലെ 4 നമുക്ക് കിടപ്പുണ്ട്. 4 സെയിലിലുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടവർ എന്നെ DM ചെയ്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ഈ ബെനിഫിഷ്യൽ ബാക്ടീരിയ ആഡ് ചെയ്യണം. ഈ ഫിൽട്രേഷനകത്തോട്ട് ഒരു 3.25 കിലോ ഉണ്ട് നമ്മുടെ ജയന്തിയോര. ഹായ് ഗൈസ്, പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ 10-25,000 രൂപ കൊടുത്ത് ഒരു ഫിൽട്രേഷൻ സിസ്റ്റം വാങ്ങിക്കുന്നതിന് പകരം അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ കുളം മൊത്തം ചെളിയായിട്ട് കിടക്കട്ടെ, നല്ല കറുത്ത കളറിൽ കിടക്കുന്നത്. ഇപ്പം മീനുകളൊന്നും കാണത്തില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പുതിയ കുറച്ച് മീനുകളെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നല്ല വെള്ളം ക്ലിയർ ആയിട്ടിരിക്കണം, കാരണം ചില പ്രീമിയം ഫിഷസിനെയാണ് കൊണ്ടുവരുന്നത്. ഇതുണ്ടോ, ഇതിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ട്. ഫിൽട്രേഷൻ ഫുള്ള് നമ്മൾ മാറ്റുകയാണ്. ഇത് പഴയ നമ്മൾ പണ്ട് പിടിപ്പിച്ച ഒരു 5-6 വർഷം മുമ്പ് പിടിപ്പിച്ചൊരു ഫിൽട്രേഷനാണിത്. ഇത് ഫുള്ള് ഓവർഫ്ലോ ഒക്കെ ആയിട്ട് പോവുകയും ഫുള്ള് വേസ്റ്റ് നിറഞ്ഞിട്ടേ സ്പോഞ്ചൊക്കെ ഒത്തിരി ഞാൻ മാറാതിട്ടേക്കുന്നത് കൊണ്ടാണ് ഇത്രയും ചെളിയായിട്ട് കിടക്കുന്നത്. നമ്മളിതിലേക്ക് ഫിൽട്രേഷൻ ഫുള്ള് ജാറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഉള്ള ഒരു അടിപൊളി ഒരു ഫിൽട്രേഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇതുണ്ട് നമ്മുടെ വെള്ളത്തിൻ്റെ അവസ്ഥ ഉണ്ടോ. ഓക്കെ, ഇത് നമുക്ക് മാറ്റി കാണിക്കാം. അതിനുള്ള നമ്മൾ അടിപൊളി ഒരു ഫിൽട്രേഷൻ സെറ്റ് ചെയ്യാൻ പോട്ടോ. അതിന് മുമ്പ് ഈ വെള്ളം നമ്മൾ ഫിൽട്ടർ ആക്കുന്നില്ല. ഈ വെള്ളം മൊത്തം നമ്മൾ അടിച്ച് കളഞ്ഞിട്ട് പുതിയ വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ പുതിയ ഫിൽട്രേഷൻ വെക്കുള്ളൂ. അല്ലെങ്കിൽ ചെളി മൊത്തം വീണ്ടും അതിലേക്ക് കയറും. നമ്മൾ ഫിൽട്രേഷൻ ഉപയോഗിക്കുന്ന ഡ്രം ഇതാണ് കേട്ടോ. ഈ ഒരു ഡ്രമ്മാണ് നമ്മൾ ഫിൽട്രേഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ അടപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് നമ്മളിതിനകത്തൊരു സ്പോഞ്ചാണ് കേട്ടോ. ഈ ഒരു സ്പോഞ്ചാണ്. പിന്നെ കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട് നമ്മുടെ, അത് നമുക്ക് കാണിക്കാൻ വഴിയെ ഇതെല്ലാം കൂടി വെച്ചിട്ടാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ കുളത്തിലെ വെള്ളം കുറേയൊക്കെ പോയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെയും കൂടി ഉണ്ട്. അതുകൂടെ പോയി കഴിഞ്ഞ് നമുക്ക് അത്യാവശ്യം വെള്ളം ക്ലിയർ ഒന്ന് ആക്കിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ ഫിൽട്രേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ പഴയ ഫിൽട്രേഷനകത്ത് നിന്ന് കുറച്ച് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മിറ്റിലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു ചാക്കിനകത്ത് നമ്മൾ കുറേ മിറ്റിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ നമുക്ക് കുറച്ച് ആവശ്യമുള്ള കുറേ പൈപ്പും സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടറൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഫിൽട്രേഷൻ ആവശ്യമായിട്ട്. ഇനി നമുക്ക് ബാക്കി ഫിൽട്രേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകാം. നമ്മുടെ കുളത്തിലെ മീനെല്ലാം അത്യാവശ്യം ശരിക്ക് കാണാം കേട്ടോ. ഫുള്ള് വെള്ളം വറ്റാറായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ 4 ജയൻ്റ് വരാണ്ടോ. 4 മെയിലാണ്. 4 നമ്മൾ സെയിലിട്ടിട്ടുണ്ട്. നമുക്ക് ബാക്കി വെള്ളം നിറയ്ക്കണം. അങ്ങനെ നമ്മുടെ കുളത്തിൽ വെള്ളം നമ്മൾ നിറച്ചുകൊണ്ടിരിക്കണം. കണ്ടോ, അത്യാവശ്യം മീനൊക്കെ നന്നായിട്ട് ഇപ്പോൾ കാണാം. നമ്മുടെ ഫിൽട്രേഷനോട് പഠിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ഇനി പുതിയ വരുന്ന മീൻ ഇനി അധികം ചെളിയാകാതെ തന്നെ ക്ലിയറായിട്ട് കിടന്നോളൂ. പിന്നെ ഈ മുകളിൽ ഇങ്ങനെ പടുത കിട്ടിയിരിക്കുന്നതുകൊണ്ട് ഈ ഫിൽട്രേഷൻ്റെ ആവശ്യം വരുന്നില്ല. 3.25 കിലോ ഉണ്ട് നമ്മുടെ ജയന്തിയോര. നമ്മളെ മീനെ കാണിക്കാം. ഇതാണ് നമ്മുടെ മെയിലാണ്. കേട്ടോ, നമ്മുടെ മെയിൽ ഫിഷാണ്. കണ്ടോ, 3.25 കിലോ ഉണ്ട്. അതുപോലെ 4 നമുക്ക് കിടപ്പുണ്ട്. 4 സെയിലിലുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടവർ എന്നെ DM ചെയ്താൽ മതി. നമ്മൾ പഴയ ഫിൽട്രേഷൻ അതിൽ നിന്ന് എടുത്താണ് കേട്ടോ. ഒരു 3/4 ഇഞ്ചിൻ്റെ പൈപ്പ്, കൊട്ട, 2 എൽബോ, ഒരു ടീ, ഇങ്ങനെയാണ് ഈ സംഭവം വരുന്നത്. അപ്പോൾ നിങ്ങളിതുണ്ടോ കണ്ട് മനസ്സിലാക്കിയാണേ. ഇങ്ങനെ ഇതിനകത്തുനിന്ന് നമ്മൾ വെള്ളം വന്നിട്ട് ഈ 2 എൽബോയ്ക്കകത്തുനിന്ന് തള്ളി ഈ കൊട്ടയ്ക്കകത്ത് കിടന്ന് കറങ്ങും. അത് കഴിഞ്ഞിട്ടാണ് മുകളിലെ ബാക്കിയുള്ള സാധനങ്ങൾ വഴി ഫിൽട്ടർ ചെയ്ത് മുകളിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ ഇതിവിടെ ഇറക്കി വെച്ചിട്ട് ഇനിയാണ് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ റെഡിയാക്കുന്നത്. ഇതിലൂടെ നമ്മൾ സ്പോഞ്ചാണ്, ഇതാണ് ആദ്യം നമ്മൾ വെക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 470 നമ്മൾ അക്വേറിയം ഷോപ്പിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും. ഇതുണ്ടോ, ഇതിൻ്റെ അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട്. ഇത് റൗണ്ടിൽ നിന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇറക്കി വെക്കാൻ. കണ്ടോ, നമ്മുടെ സ്പോഞ്ച് നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട്, കാരണം ഇതിനകത്ത് ഇറങ്ങാൻ വേണ്ടി. ഇനി നമ്മൾ നടുക്കൊരു ഹോൾ ഇടണം, കാരണം പൈപ്പ് കയറാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇത് അതിലേക്ക് ഇറക്കി വെക്കാൻ. ഓക്കെ, നമ്മൾ താഴെ ഒരു ഹോൾ ഇടണം. അത് നമ്മൾ അതിന് ഇവിടെ അടയാളം ഇട്ടിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ഹോൾ ഇട്ടിട്ട് അവിടെ വെള്ളം പോകാൻ, വേസ്റ്റ് വെള്ളം കളയാൻ വേണ്ടി ഒരു പൈപ്പ് പിടിപ്പിക്കണം. അടുത്ത് മുകളിൽ നമ്മൾ കുളത്തിലേക്ക് ഉള്ളത് നമ്മളിവിടെയാണ് പിടിപ്പിക്കുന്നത്, ഈ ഹോള്. ഈ റൗണ്ടിലാണ് നമ്മളിത് ഇവിടെ കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഈ ലോക്കിട്ട് നമ്മൾ ഇങ്ങനെ മുറുക്കി ഇവിടെ നിന്നാണ് നമ്മൾ കുളത്തിലേക്ക് പൈപ്പ് ഇടുന്നത്.
നമ്മൾ ഈ കമ്പി ചൂടാക്കി നമ്മൾ പൈപ്പ് ഇടാൻ വേണ്ടി ഇങ്ങനെയൊക്കെയാണ് പാവപ്പെട്ട നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് മറ്റേ ഡ്രില്ലിങ് മെഷീനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. പോണ്ടിൻ്റെ ഇവിടെയായിട്ടാണ് നമ്മൾ ഫിൽട്രേഷൻ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ നമ്മൾ ഫിൽട്രേഷൻ പോണ്ടിലേക്ക് വേസ്റ്റ് വെള്ളം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. വേസ്റ്റ് വെള്ളം പുറത്തേക്ക് പോണ്ടിലേക്കുള്ള പൈപ്പ് നമ്മൾ കണക്ട് ചെയ്തു. അടുത്തായിട്ട് നമ്മൾ സ്പോഞ്ചാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പം ഇവിടെയാണ് നമ്മൾ ഫിൽറ്റർ ആയ വെള്ളം സ്പോഞ്ച് കൂടെ നമ്മൾ മീഡിയം സോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം പരിപാടികൾ ഈ ഹോൾ നമ്മുടെ ഏറ്റവും വലിയ സ്പോഞ്ച് പൊങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഹോൾ നമ്മൾ മിറ്റിൽ വെക്കുന്നത്. ഈ ഒരു സ്പോഞ്ച് ഷോപ്പിലൊക്കെ കിട്ടും. ഞാൻ അത് അവിടെ നിന്നാണ് വാങ്ങിച്ചത്. അല്ലാതെ നമുക്ക് ഓൺലൈൻ നമുക്ക് എവിടെയെങ്കിലും ഓൺലൈൻ പൈപ്പ് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് മുകളിലേക്കാണ് ഞാൻ മിറ്റിൽ വെക്കുന്നത്. മിറ്റിൽ വെക്കുന്നത് ചാക്കിനകത്താണ് കേട്ടോ. അതായത് ഞാൻ പഴയ ഫിൽട്രേഷൻ യൂസ് ചെയ്തൊരു ചാക്ക്, അത്യാവശ്യം ഹോളുള്ളൊരു ചാക്കാണ് കേട്ടോ. അതിനകത്തേക്കാണ് നമ്മൾ മിറ്റിൽ നിറച്ചിട്ട് വെക്കുന്നത്. ഒരു 3 ചാക്ക് ഞാൻ അങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ സ്പോഞ്ചിൻ്റെ മുകളിൽ അടുത്ത ലെയറായിട്ട് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമ്മൾ വെക്കുന്നത് ഈ ചെറിയ സ്പോഞ്ചുകളുണ്ട് കേട്ടോ. അതായത് വൈറ്റ് കളറിലുള്ള കുറച്ച് സ്പോഞ്ച് കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും വാങ്ങാൻ പോയത് ബയോ സ്പോഞ്ചാണ്. അത് കിട്ടിയില്ല. ഒരു ഗ്രീൻ കളറുള്ള ഒരു സ്പോഞ്ച് ഉണ്ട്. അത് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അതായത് ആദ്യത്തെ ലെയറായിട്ട് വെക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പം അതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പം അടുത്ത ലെയറായിട്ട് ഈ സ്പോഞ്ചാണ് വെക്കുന്നത് കേട്ടോ. ഇത് അത്യാവശ്യം നല്ലതായിട്ട് ക്ലിയർ ആയിട്ട് ഇതൊക്കെ വേസ്റ്റ് വലിക്കുന്നൊരു സ്പോഞ്ചാണ്. പക്ഷേ ഇത് ചെറിയ ചെറിയ പീസായിട്ട് ആയതുകൊണ്ട് നമുക്ക് വെക്കാൻ ഇച്ചിരി ഒരു പാടാണ്. മറ്റേ റൗണ്ടാണ്, നമുക്ക് നേരെ ഇറക്കി വെച്ചാൽ മതി. ഇതിപ്പോൾ പല പീസായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കാണ് ഞാൻ അടുത്തത് നമ്മുടെ സെറാമിക് റിങ്ങും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഈ ഒരു സെറാമിക് റിങ്ങും കാര്യങ്ങളും ഞാൻ വാങ്ങിച്ചത് മലപ്പുറത്ത് നിന്നാണ് കേട്ടോ. ഇതൊരു 2 കിലോയുടെ ഉണ്ട്. അപ്പം ഇതൊരു നെറ്റിനകത്താണ് വരുന്നത്. അപ്പം ഇതാണ് രണ്ടാമത്തെ ലെയറായിട്ട് അടുത്ത ഈ സ്പോഞ്ചിന് മുകളിലത്തെ ലെയറായിട്ട് ഞാൻ വെക്കുന്നത് ഇതാണ്. അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ചേക്കുന്നത് എൻ്റെ ചാർക്കോളിൻ്റെ തന്നെ പൗച്ചിൽ കിട്ടും. അതും ഒരു 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ സെറാമിക് റിങ് 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് നെറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം വെക്കുന്നില്ല. അതൊരു നെറ്റ് സെറ്റ് ചെയ്തിട്ട് വേണം അതോടെ വെക്കാൻ. പിന്നെ വാങ്ങിച്ചിരിക്കുന്ന ക്യൂബാണ് കേട്ടോ. അതായത് നമ്മൾ ഇതും ഞാൻ ഇതിൻ്റെ പേര് എനിക്കറിയില്ല കറക്റ്റ്. ഇത് ക്യൂബ് ഷേപ്പിലിരിക്കും. ഇത് നമുക്ക് ബെനിഫിഷ്യൽ ബാക്ടീരിയ ഒക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ബാക്ടീരിയ ഒക്കെ ഇതിൻ്റെ ഹോളിലൊക്കെ കയറിയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം ഇതിന് ഇച്ചിരി എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഈ ഒരു പീസിന് 120 രൂപയാണ് വരുന്നത്. ഇത് ഞാൻ മലപ്പുറത്ത് നിന്നാണ് വാങ്ങിച്ചത്. ഇതൊരു 5 എണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത്ര ഒരു ബഡ്ജറ്റ് എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതൊരു 5 പീസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ആ വൈറ്റ് സെറാമിക് കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അത്യാവശ്യം പരിപാടികളെല്ലാം കഴിഞ്ഞു. അങ്ങനെ വൈറ്റ് സെറാമിക് ഞാൻ ഒരു 1-2 കിലോ 2 പാക്കറ്റ് ഞാൻ വാങ്ങിച്ചത്. ഒരു പാക്കറ്റ് ഞാൻ നേരത്തെ പണ്ട് ഇവിടെ വാങ്ങിച്ചത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനൊരു കൊതുക് വല ഇവിടെ ഇരുന്ന് ആ നെറ്റിനകത്തോട്ട് ആക്കിയിട്ട് ഞാനത് വെച്ചേക്കുന്നത്. അപ്പം ഏകദേശം നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മളെല്ലാ ലെയറും വെച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ആ ക്യൂബ് എടുത്ത് മാറ്റിയതാണ്. ഇപ്പോൾ ക്യൂബ് വെച്ച് കഴിഞ്ഞ് ഫുൾ ക്ലോസ് ചെയ്യുക. ഞാൻ ഒരു സ്പോഞ്ച് കൂടെ വെക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ അത്യാവശ്യം ഇത് മതി. കാരണം ഇനിയിപ്പം അടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓവർഫ്ലോ ആയി കഴിഞ്ഞാൽ മുകളിലേക്ക് വെള്ളം ചാടും. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു ഒറ്റ ഫിൽറ്റർ ബോക്സേ വെക്കുന്നുള്ളൂ. അപ്പം ഏകദേശം നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് പൈപ്പ് കണക്ട് ചെയ്യാനാണ് ഉള്ളത്. ഇപ്പോൾ ഈ ഒരു ബോൾസ് ഉണ്ടോ, ഇത് ഞാൻ ഒരു 4-5 എണ്ണം വെറുതെ വാങ്ങിച്ച കേട്ടോ. ഇതും നമുക്ക് ഈ ബെനിഫിഷ്യൽ ബാക്ടീരിയ ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഇരുന്ന് എങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇതിനെ കൂടുതലായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ ഇതൊക്കെ സംഭവം ഉപയോഗിക്കേണ്ടതാണ് എന്നെനിക്കറിയാം. അങ്ങനെ നമ്മൾ നമ്മുടെ പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളം നമ്മൾ മോട്ടർ ഓണാക്കുകയാണ്. അപ്പം വെള്ളം നിറഞ്ഞു വരും. ഇനിയിപ്പോൾ ഓവർഫ്ലോ ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയും താഴെ ആയതുകൊണ്ട് ഓവർഫ്ലോ ആകാൻ ചാൻസ് ഇല്ല. എന്നാലും നമുക്ക് നോക്കാം. അതേ വെള്ളം പൊങ്ങി വരുന്നുണ്ട്. ഇത്ര വലിയ ജാറായതുകൊണ്ട് വെള്ളം നിറഞ്ഞു വരാൻ ഇച്ചിരി സമയം എടുക്കും. അപ്പം പെട്ടെന്ന് തന്നെ വെള്ളം കയറി വരുന്നുണ്ട്. വലിയൊരു പൈപ്പും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെച്ചിരുന്ന എൻ്റെ പഴയ മോട്ടർ കത്തിപ്പോയതുകൊണ്ട് പുതിയൊരു മോട്ടർ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ഇച്ചിരി പവർ കൂടിയാണ്. അതുകൊണ്ട് അത്യാവശ്യം സ്പീഡിൽ വെള്ളം തള്ളുന്നുണ്ട്. നമ്മുടെ വെള്ളം മൂടി വരുന്നുണ്ട്. അങ്ങനെ ഡ്രം നിറഞ്ഞ് വെള്ളം കുളത്തിലേക്ക് ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 1.5 മാസത്തേക്ക് നമുക്ക് ഇനി ഫിൽട്രേഷൻ ക്ലീൻ ആക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം നല്ലൊരു ഫിൽട്രേഷൻ സിസ്റ്റം ആണ് പിടിപ്പിച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമുക്ക് നോക്കാം ഇനി മുന്നോട്ട്. വെള്ളം ഭാഗ്യത്തിന് ഓവർഫ്ലോയും ആയിട്ടില്ല.
ഇനി നമ്മൾ ഇതിലേക്ക് ഈ ബെനിഫിഷ്യൽ ബാക്ടീരിയ ആഡ് ചെയ്യണം. ഈ ഫിൽട്രേഷനകത്തോട്ട് ഒരു ഇത്ര ഗ്രാം എന്നുള്ളത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇത്ര ലിറ്ററിന് ഇത്ര ഗ്രാം എന്നുള്ളത് അത് നോക്കിയിട്ട് നമ്മൾ അത് ആഡ് ചെയ്യണം. പിന്നെ നാളെ ഫിഷ് വരുമ്പോഴേ ഞാനത് ആഡ് ചെയ്യുന്നുള്ളൂ. ഏതോ ഫിഷാണെന്നുള്ളത് ആ സമയത്ത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം ഈ പൗഡർ ഇടുന്നത് ആ സമയത്ത് ഞാൻ കാണിക്കാം. അങ്ങനെ നമ്മുടെ ഫിൽട്രേഷൻ ഏകദേശം സെറ്റായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് ഓവർഫ്ലോ ആവുമെന്ന്. ഭാഗ്യത്തിന് ഓവർഫ്ലോ ആയില്ല. 3/4 ഇഞ്ച് പൈപ്പ് ആയതുകൊണ്ടായിരിക്കും. ഒരു 1 ഇഞ്ചാണ് അത്രയും വിഷയം വരത്തില്ലായിരുന്നു. ഞാൻ പഴയ ഫിൽറ്ററിൽ തന്നെ മാറ്റിയതുള്ളൂ, പുതിയത് വാങ്ങിച്ചില്ല. അതുകൊണ്ട് ഈ ഒരു എഡ്ജ് എത്തിയപ്പോഴത്തേക്ക് നിന്നു. ഇനി സ്പോഞ്ച് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇനി കവിഞ്ഞ് ആടുമോ എന്നറിയത്തില്ല. അത്യാവശ്യം നമ്മുടെ ഫിൽട്രേഷൻ സെറ്റായിട്ടുണ്ട്. നാളെ നമ്മുടെ പുതിയ ഫിഷ് വരും. ഏതാണെന്ന് ഞാൻ നാളെ വരുമ്പോൾ കാണിക്കാം. ഓക്കെ, അത് നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്ത് തരാം. അപ്പം ഏകദേശം നമ്മുടെ ഇനിയിപ്പോൾ ഇതങ്ങ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇതിൻ്റെ ഇത് ക്ലോസ് ആയിട്ടിരുന്നോളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഫിൽട്രേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഇത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നാളെ ആണ് ബാക്കി അടുത്ത വീഡിയോയിൽ കാണിക്കാം നമ്മൾ ഏത് ഫിഷിനെ ആഡ് ചെയ്യാനൊക്കെ. അപ്പം ഫിൽട്രേഷൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ റോഷി.